പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. വലിയൊരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാട്ടിൽ നടക്കുന്ന ഒരു കഥ കേൾക്കൂ. കാനനസഭ. കാനനസഭ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. വനപക്ഷ മുന്നണിയും മൃഗപക്ഷ മുന്നണിയുമാണ് പ്രധാന പോരാളികൾ. മൃഗപക്ഷ മുന്നണിയാണ് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കേളൻ കടുവ, ഗില്ലൻ കാട്ടുപോത്ത്, ഹേരൻ ചെന്നായ എന്നിവരടക്കം 60 സ്ഥാനാർത്ഥികൾ. വീരൻ സിംഹം നയിക്കുന്ന വനപക്ഷ മുന്നണിയിൽ ശൂരൻ ചെന്നായ, മിങ്കൻ കുരങ്ങ്, വാലൻ കുറുക്കൻ എന്നിവരുൾപ്പെടെ 60 സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. പകുതിയിലധികം പേരെ വിജയിപ്പിക്കാൻ കഴിയുന്ന മുന്നണിക്ക് അടുത്ത 3 വർഷത്തെ വനഭരണം ലഭിക്കും. രണ്ടു കൂട്ടരും തന്ത്രങ്ങൾ മെനഞ്ഞു. വലിയ വലിയ വാഗ്ദാനങ്ങൾ, പ്രലോഭങ്ങൾ, ഭീഷണികൾ ഇരുകൂട്ടരും ഒരുപോലെ നടത്തി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം എല്ലാ മണ്ഡലങ്ങളിലും ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായ കുറച്ച് സ്ഥാനാർത്ഥികൾ എത്തിച്ചേർന്നു. വാനരേഷ് കുരങ്ങൻ, പീങ്കി മാൻ, ഭോലു കരടി, തങ്കൻ കാട്ടുപോത്ത്, മൃഗകുമാരന്മാരായ സിംബൻ, ടോകൻ എന്നിവരടക്കം 60 സ്ഥാനാർത്ഥികൾ അപ്രതീക്ഷിതമായി മത്സര രംഗത്ത് എത്തിച്ചേർന്നു. മുന്നണികൾ തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ്. അതിനിടയ്ക്ക് ഈ ചെറുക്കന്മാരെന്തിനു വന്നിരിക്കുന്നു? വീരനും ഗില്ലനും ഹേരനും തമാശ പോലെ പറഞ്ഞ് കളിയാക്കി ചിരിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗജേഷ് ചതോപാധ്യായ, നിരീക്ഷകനായ ബമ്പൻ കരടി, പല്ലൻ കഴുത എന്നിവർ മേൽനോട്ടവുമായി കറങ്ങി നടക്കുന്നുണ്ടെങ്കിലും തന്ത്രശാലികളായ മുന്നണി നേതാക്കൾ പലവിധ സമ്മാനങ്ങൾ നൽകി വോട്ട് കൈക്കലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ട് മുന്നണികളും കാട് മുഴുവൻ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളും അവരുടെ ചിഹ്നങ്ങളും പതിപ്പിച്ചു. കാട് മുഴുവനും പാട്ടും മേളവും ലഹളയും നിറഞ്ഞ തെരഞ്ഞെടുപ്പ് കോലാഹലമായിരുന്നു. കാട്ടിലെ കൂട്ടുകാരെ, വീട്ടിലിരിക്കുന്നോരെ, വോട്ടുകൾ ചെയ്യാൻ വരൂ കൂട്ടരെ നിങ്ങൾ വേഗം. ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് ഗാനങ്ങൾ മുഴക്കി പക്ഷിക്കൂട്ടങ്ങളാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. വനപക്ഷ മുന്നണിയുടെ അടയാളം ചക്കപ്പഴവും മൃഗപക്ഷ മുന്നണിയുടെ അടയാളം തണ്ണിമത്തനുമാണ്. നിഷ്പക്ഷ സ്ഥാനാർത്ഥികളുടെ അടയാളം റോസാപുഷ്പവും. രണ്ട് മുന്നണികളും പൊതുയോഗം നടത്തി എതിർ സ്ഥാനാർത്ഥികളുടെ കുറ്റങ്ങളും കുറവുകളും വിളിച്ചു പറഞ്ഞപ്പോൾ ഇവർ പൊതുയോഗമൊന്നും കൂടിയില്ല. ആദ്യം തന്നെ വീടുകൾ കയറി വോട്ടർമാരോട് തങ്ങളെപ്പറ്റി അറിയിച്ചു. വാഗ്ദാനങ്ങൾ നൽകിയില്ല, വെറുതെ പരിചയപ്പെട്ടു. പ്രചാരണം പോലും മര്യാദയ്ക്ക് നടത്താത്ത ഇവന്മാർക്ക് എന്ത് വോട്ട് കിട്ടാൻ എന്ന് മുന്നണി നേതാക്കൾ സമാധാനിച്ചു. തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ മുന്നണി പ്രവർത്തകർ അവസാന ഘട്ടത്തിലെ മൗനപ്രചരണത്തിനിറങ്ങി. പ്രായമായവരെയും നടക്കാൻ വയ്യാത്തവരെയും ചുമലിലേറ്റിക്കൊണ്ടുപോയി വോട്ട് ചെയ്യിച്ചു. സ്ഥാനമാനങ്ങളും സമ്മാനങ്ങളും നൽകി വോട്ടു നേടാൻ മത്സരിച്ചു. വോട്ടുപെട്ടി നിറഞ്ഞല്ലോ വോട്ടുകൾ കൊണ്ട്, വോട്ടെണ്ണുമ്പോൾ ജയിച്ചിടും നമ്മളെല്ലാവരും. റോസാപ്പൂവിൻ ചെക്കന്മാർ കെട്ടുകെട്ടിയിടും, കെട്ടിവെച്ച കാശുപോലും കിട്ടുകയില്ല. തങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്ന അമിതമായ ആത്മവിശ്വാസത്തോടെ രണ്ടു കൂട്ടരും വിജയാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു. റോസാപ്പൂ അടയാളത്തിൽ മത്സരിച്ച മൃഗക്കുട്ടികൾ 60 സ്ഥാനങ്ങളിലും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു. മുന്നണി പ്രവർത്തകർ ഇളകി. അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ചുറ്റും പ്രതിഷേധ സൂചകമായി വട്ടം കൂടി. ബമ്പൻ കരടി പറഞ്ഞു, ഞങ്ങൾ കാട് മുഴുവനും വട്ടം കറങ്ങി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ പ്രധാന കാര്യം, ഈ വിജയിച്ച ചെറുപ്പക്കാരെല്ലാം വർഷങ്ങളായി മൃഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. സാധാരണ മൃഗങ്ങൾക്ക് നിരവധി സഹായങ്ങൾ ചെയ്ത് അവരിൽ ഒരാളായി കഴിയുന്ന ഇവർക്ക് അവരെല്ലാം വോട്ട് ചെയ്തു. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വോട്ടർമാരെ കാണാറെത്തുന്ന നിങ്ങളെ അവർക്ക് വേണ്ട. ഇവരാണ് മൃഗങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച സ്ഥാനാർത്ഥികൾ.
പോസ്റ്ററോ പ്രചരണമോ ഒന്നുമില്ലാതെ അവർ മൃഗങ്ങളെ കണ്ടു. ഇതാണ് അവരുടെ വിജയത്തിന് കാരണം. ഈ പുതിയ മൃഗപ്രതിനിധികൾ ഉപകാരപ്രദമായ പ്രവൃത്തികൾ ചെയ്താൽ വീണ്ടും മൃഗസഭയിലെത്തും. ഇല്ലെങ്കിൽ ഇവർക്കും നിങ്ങളുടെ അവസ്ഥയാവും. പ്രതിഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന നന്മകൾക്ക് ഏതെങ്കിലും കാലത്ത് മനസ്സറിഞ്ഞുള്ള പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും.